സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ 7th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് കുറച്ചും കൂടി കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റി, ഇവിടെ ഒരു ചിത്രം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ചിത്രത്തിൽ ഒരു ട്രയാങ്കിൾ ഇവിടെ ഓൾറെഡി വരച്ചു കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് 5 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രയാങ്കിൾ നോക്കിയാൽ മനസ്സിലാവും. ബേസ് 12 ആണ്, ഹൈറ്റ് 5 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏരിയ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ ഇക്വേഷൻ പഠിക്കാതെ പോകരുത്. ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച്, അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, 12 ആണ് എന്ന് പറയുന്നുണ്ട്. 12 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 5 ആണ് എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? 5 ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് ചെയ്യുമ്പോഴെന്താ ആൻസർ കിട്ടുക? 12 എത്ര തവണ പോവും? 6 തവണ പോവും. 2 കൊണ്ട് ഹരിച്ചാൽ 5 6 30 എന്ന് പറയുന്ന 30 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 30 അവിടെ ഓപ്ഷനിലുണ്ടോ? അത് ഡി ഓപ്ഷൻ ഉണ്ട്. 30 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓപ്ഷനിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. നോക്കിയാണല്ലോ മക്കളെ. ഇവിടെ അടുത്ത് പറയുന്ന മറ്റൊരു കാര്യം, ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹാസ് സെയിം ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എ ബി സി. വേറൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കണം. ഒരു റൈറ്റ് ആംഗിൾ, ഒരു മോഡൽ വരച്ചാൽ മതി. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ സെയിം ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട്, 30 ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? If one of its perpendicular side is 12 cm, what is the length of the other side? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 30 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നേരത്തെ കണ്ടുപിടിച്ച അതേ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഏരിയ ഓൾറെഡി നമുക്കറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു 30 സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് 12 ആണ് എന്ന് പറയുന്നുണ്ട്. ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏരിയ ഓഫ് ദി സെയിം ട്രയാങ്കിൾ വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ഈ സൈഡ് 12 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറയുന്നുണ്ട്. ഏരിയ 30 ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഏരിയൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി പറയുന്നതാണ്. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്കറിയാം. ഈ പെർപെൻഡിക്കുലർ സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എങ്ങനെ എടുത്താലും മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് സെയിം തന്നെയായിരിക്കും ആൻസർ വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിതിൻ്റെ ലെങ്ത്തിന് പകരം അടുത്ത സൈഡ് ഏതാണ് ചോദ്യം? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്? അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കണം. ഇത് ബേസ് അല്ലേ, ബേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഓൾറെഡി അറിയാം. ബേസിൻ്റെ ഇക്വേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കണം നമ്മൾ. അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതുക? ഏരിയ നമുക്ക് കൊടുക്കാം. ഏരിയ 30 ആണ്. 30 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് അറിയില്ല, അങ്ങനെ തന്നെ വെച്ചു, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 12 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ മാറ്റി എഴുതാം. 30 ഈസ് ഈക്വൽ ടു ഈ 12നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? അപ്പോൾ ബി ഇൻറ്റു 6 എന്നായിട്ട് മാറും. ഇവിടെ 12 കൊണ്ട് 2നെ ഹരിച്ചല്ലോ അല്ലേ? ഇനി ബാക്കി ആരാണല്ലോ? 12നെ നമ്മൾ ഓൾറെഡി 2 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 6 എന്നുള്ള ഉത്തരം കിട്ടി. അപ്പോൾ 30 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 6. അങ്ങനെ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 30 ഇൻറ്റു 6 ഇപ്പുറം പോകുമ്പോൾ ഡിവൈഡ് ബൈ 6 ആവും. ഡിവൈഡ് ബൈ 6, 30 ഹരിക്കണം 6, 5. ബേസിൻ്റെ ലെങ്ത് എത്ര കിട്ടുക? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് മാത്രം പറയാം, ഇത് ലാസ്റ്റ് പറയാം അല്ലേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ? ലോങ്ങസ്റ്റ് സൈഡ് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഡ്രോ ദിസ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ വരക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കൃത്യമായിട്ട് വരച്ചോളുക. ബേസ് 5 സെൻറ്റിമീറ്റർ എടുത്തോളുക. അതിനുശേഷം നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കാൻ
ഒന്നുകിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് കറക്റ്റ് 90 ഡിഗ്രി മാർക്ക് ചെയ്തോളുക. 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നീളത്തിൽ വര വരയ്ക്കുക. എന്നിട്ട് എങ്ങനെയാണ് വരയ്ക്കുക? കോമ്പസിൽ 12 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു ചാപം വീശുക, ദെൻ അവിടെ നിന്ന് താഴോട്ടേക്ക് വരയ്ക്കുക. അത് വരച്ചോളൂ, ഞാൻ പറയുന്നില്ല. ഞാനിവിടെ പോയിന്റ് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 ഇക്വേഷൻസ് ആണ്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന് ഏരിയൻ്റെ ഇക്വേഷൻ ആണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. 2 ബേസിൻ്റെ ഇക്വേഷൻ എന്താണ്? ബേസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ മാറ്റി ചെയ്യുന്നതാണ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇക്വേഷനെ മാറ്റി ചെയ്തിട്ടാണ് ബേസിൻ്റെ ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? ഈ 2 എന്നുള്ളതിനെ നമുക്ക് ഇപ്പുറം കൊണ്ടുവരണം, 2a ആയിട്ട് മാറും, 2a ആയിട്ട് മാറും. ബാക്കിയെല്ലാം താഴെ പോകും. ബേസാണ് കണ്ടുപിടിക്കാൻ, താഴെ ഹൈറ്റ് വരും, 2a/h കിട്ടും. അതേപോലെ തന്നെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താണ് സംഭവിക്കുക? ഹൈറ്റിൻ്റെ ഈ എച്ചിന് പകരം b വരും, 2a ഡിവൈഡഡ് ബൈ ബേസ് ആയിട്ട് മാറും. ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചോണം. ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രോബ്ലം ഇല്ലേ, ആ പ്രോബ്ലം അങ്ങനെ ചെയ്തതാണ് നമ്മൾ. ഇവിടെ വേണമെങ്കിൽ കൊടുത്തു നോക്കിയാൽ ബേസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ബേസ് 2 ഇൻറ്റു a എത്രയായിരുന്നു? 30 ഡിവൈഡ് ബൈ ഹൈറ്റ് എത്രയായിരുന്നു? 12 അല്ലേ. ഇത് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് സെയിം ഉത്തരം തന്നെ കിട്ടും ഇവിടെ. കാരണം 30നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 30നെ പകുതി എടുത്ത് കഴിഞ്ഞാൽ 15 എന്ന് കിട്ടും, 12ന് പകുതി എടുത്ത് കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. പിന്നെ 6ൽ 2 3 പോവും, 15ന് 3 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. ആ സെയിം ആൻസർ ഇത് ഇവിടെ കിട്ടും, സെയിം ആൻസറിനെ കിട്ടും. പക്ഷേ ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർമ്മിച്ച് വെച്ചോളാം. ഈ 3 ഇക്വേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസുള്ള ഇക്വേഷൻസ് ആണ്. 1 ഏരിയയുടെ ഇക്വേഷൻ പഠിക്കണം, 2 ബേസിൻ്റെ ഇക്വേഷൻ പഠിക്കണം, 3 ഹൈറ്റിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ ഇക്വേഷൻസ് എല്ലാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ PDF ഞാൻ ഇട്ട് തരാം, ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. എ ഷോപ്പ് ഓഫേഴ്സ് 20 rupees റിഡക്ഷൻ ഓൺ ഈച്ച് 100 rupees. ക്ലാസ് പറഞ്ഞാണ് ഈച്ച് 100 rupees എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 100 രൂപയ്ക്കും 20 രൂപ കുറയും എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് 20% ആണെന്നാണ്. കാരണം പെർസെൻറ്റേജ് ഡിപ്പെൻഡ് ചെയ്തത് ആരെയാണ്? ഈ പറയുന്ന 100നെയാണ്. 20% ഡിസ്കൗണ്ട് ആണ്. ഇഫ് എ വാച്ച് പ്രൈസ് ഈസ് 950 rupees, 950 രൂപയുടെ വാച്ചാണ്. ഇങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ദ റിഡക്ഷൻ വിൽ ബി ഗെറ്റ്? എത്ര രൂപ റിഡക്ഷൻ ആണ്, എത്ര രൂപ കുറയും എന്നാണ് ചോദിച്ചത്. അപ്പോൾ 950ൻ്റെ 20% എത്രയാണ്? അത്രയും കുറയും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം. സാധാരണ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. 950ൻ്റെ 20% ഇങ്ങനെ പറഞ്ഞ് എഴുതിയാൽ തെറ്റിപ്പോകത്തില്ല. 950ൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ താഴെ 100. ഒരിക്കലും മാറിപ്പോയി, അങ്ങനെ പറഞ്ഞങ്ങ് പഠിച്ചാൽ മതി. 0 ക്യാൻസൽഡ്, 0 ക്യാൻസൽഡ്. 95ന് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 95 ഗുണിക്കണം 2, 5 2 10 0, ബാക്കി 1 നോക്കി 9 2 18 1 19, 190. 190 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പഠിക്കുമ്പോൾ ഒരുമിച്ച് ചെയ്ത് നോക്കുക. ഓപ്ഷനിലുണ്ടോ? 190 ഇവിടെ ഓപ്ഷനിലുണ്ടോ? ഓക്കെ, വിത്ത് ദാറ്റ്സ് ഗുഡ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. ദിസ് ഈസ് ദ റിഡക്ഷൻ ഓഫർ ഡിസ്പ്ലേഡ് ഇൻ എ ഷോപ്പ് ഇൻ കണക്ഷൻ വിത്ത് എൻ ഓണം. എന്തോ ആവട്ടെ, റിഡക്ഷൻ സ്കെയിൽ 30% ആണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രാജു ബ്രോട്ട് എ മൊബൈൽ ഫോൺ ഓഫ് കോസ്റ്റ് 7500 rupees. വാട്ട് ഈസ് ദ എമൗണ്ട് ഹാസ് ബീൻ ടു പേ ആഫ്റ്റർ ദ റിഡക്ഷൻ? ഇവിടെ എമൗണ്ട് ആണ് ചോദിച്ചത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എമൗണ്ട് ആണ് ചോദിച്ചത്, നേരത്തെ റിഡക്ഷൻ ആണ് ചോദിച്ചത്. മാറിപ്പോകരുത്. റിഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ 20% കണ്ടിട്ട് അവിടെ വെച്ചാൽ മതി, ഫുൾ മാർക്കിംഗ് കിട്ടും. പക്ഷേ എമൗണ്ട് കണ്ടുപിടിക്കാൻ അങ്ങനെയല്ല. 30% റിഡക്ഷൻ കഴിഞ്ഞിട്ട് എത്ര കൊടുക്കണമെന്ന് കണ്ടുപിടിക്കണം. എമൗണ്ട് ആണ് ചോദിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോളാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം മക്കൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 2 രീതിയിൽ ഞാൻ പറഞ്ഞില്ല, 2 രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഒന്നുകിൽ 30% കണ്ടുപിടിച്ച് കുറക്കാം, അതായത് 7500 പൈസ. റിഡക്ഷൻ അല്ലേ? ഓക്കെ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയുക, അത് മറന്നു പോകരുത്. 7500ൻ്റെ എത്ര ശതമാനമാണ്? 30%. ഓക്കെ, 30% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുക. 0 ക്യാൻസൽഡ്, 0 ക്യാൻസൽഡ്. പിന്നെ 750 × 3 കണ്ടുപിടിക്കണം. തൽക്കാലം 75 × 3 കണ്ടുപിടിച്ചാൽ മതി. 5 3 15, 5യുടെ ബാക്കി 1 നോക്കി. 7 3 21,
122 ഒരു 0 കൂടി 2250 രൂപയാണ് കുറയുക. അപ്പോൾ 7500 നിന്ന് 2250 രൂപ കുറഞ്ഞു കിട്ടും. അത് ചെയ്ത് കണ്ടുപിടിച്ചോളൂ എത്രയാണ് അതിന് ആൻസർ വരുന്നതെന്നല്ല ചെയ്ത് നോക്കുക. ഇനി വേറൊരു മെത്തേഡ് എന്താണ്? രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? 30% ഓൾറെഡി കുറഞ്ഞല്ലോ. 30% കുറവുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് പെർസെൻറ്റേജ് 70% അല്ലേ? കാരണം 30 കുറഞ്ഞില്ലേ, 100-ലല്ലേ നമ്മൾ പറയാം. അപ്പോൾ 30 ഓൾറെഡി കുറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 7500-ൻ്റെ 70% നേരിട്ട് കണ്ടുപിടിച്ചാൽ മതി. 00 ക്യാൻസൽഡ്, 00 ക്യാൻസൽഡ്. ഓക്കെ, അത് നേരിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ഇവിടെ കുറച്ച് കിട്ടുന്ന സെയിം ഉത്തരം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടുക. അത് ചെയ്തു നോക്കാം. അപ്പോൾ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പം ആ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം. ഒന്നിക്കൽ ശ്രദ്ധിക്കണം, ഒന്നിക്കൽ 30% കണ്ടിട്ട് 7500 നിന്ന് കുറക്കുക. ഇല്ലെങ്കിലോ ഓൾറെഡി 30% ഇവിടെ കുറച്ചു, എന്നിട്ട് ഡയറക്റ്റ് 7500-ൻ്റെ 70% ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ കുറക്കലും ഗുണിക്കലും പരിപാടികളൊന്നുമില്ല. രണ്ട് മെത്തേഡും ചെയ്യാം. ഇത് ഒന്നാമത്തെ മെത്തേഡ്, ഇത് രണ്ടാമത്തെ മെത്തേഡ്. ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫുൾ മാർക്കിങ് പോരണം, ഇത്രേ ഉള്ളൂ. ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ബി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. ലിസി ഗോട്ട് എ റിഡക്ഷൻ ഓഫ് 3600 rupees when she bought a TV from the shop. What was the price of the TV displayed in the shop? അപ്പോൾ എത്രയാണ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. മെയിൻ പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ പറയുന്നത് 30% ആണ് ഓഫ്. ഇപ്പം 3600 റുപ്പീസ് കുറഞ്ഞത്. അത് റിഡക്ഷൻ ആണ്, റിഡക്ഷൻ. ഇപ്പം 30% 30% എന്ന് പറയുന്നത് 3600 ആണെന്നാണ് ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ പ്രൈസ് ഓഫ് ദ ടി വി? വാട്ട് വാസ് ദ പ്രൈസ് ഓഫ് ദ ടി വി ഡിസ്പ്ലേഡ് ഇൻ ദ ഷോപ്പ്? ഈ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്ത ടി വിയുടെ യഥാർത്ഥ പ്രൈസ് കണ്ടുപിടിക്കണം. അതായത് 30% ഏതോ ഒരു പൈസ. ഇത് രണ്ട് രീതി ചെയ്യാം. ഇത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് എടുത്തിട്ട് വേണം, അങ്ങനെ വേണം ചെയ്യാം. ഏതോ ഒരു പ്രൈസ് ഉണ്ട്, അതിൻ്റെ 30% എന്ന് പറയുന്നത് 3600 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സ് ഈസ് ഈക്വൽ ടു 3600 ഡിവൈഡ് ബൈ 100 സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഇൻറ്റു 100 ആയിട്ട് മാറും. ഇൻറ്റു ഗുണിക്കണം 30 സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ ഡിവൈഡ് 30 ആയിട്ട് മാറും. 00 ക്യാൻസൽഡ് ആവും. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക? ഇവിടെ 00 ക്യാൻസൽഡ്. 36-ൽ 3 എത്ര തവണ പോകും? 3 ഒരു തവണ. 6-ൽ 2 തവണ അല്ലേ? 2 0. 1200. 1200 ഇൻറ്റു 10 എത്ര വരിക? ഇവിടെ ഒരു 10 കൂടിയല്ലേ, ഇൻറ്റു 10 ഇല്ലേ? 1200 പിന്നെ 10-ൻ്റെ 0. 12000 രൂപ വരും. 12000 പ്രൈസ് വരിക. ഇനി അത് എളുപ്പം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇവിടെ നോക്കിയാൽ മതി. 30% എന്ന് പറയുന്നത് 3600 അല്ലേ? അപ്പോൾ 1% എന്ന് പറയുന്നത് എത്രയാണ്? 3600 ഡിവൈഡഡ് ബൈ 30 അല്ലേ? അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നതല്ലേ ശരിക്കുള്ള പ്രൈസ്? അപ്പോൾ 3600 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 വരും. സെയിം സാധനം തന്നെ വരും. എന്താ സംഭവിക്കുക? 00 ക്യാൻസൽഡ്. 36-ൽ 3 12 ടൈംസ് പോവും. 2 0 പിന്നെ 10-ൻ്റെ ഇവിടെയുള്ള 10ഉം ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടും 1200 പിന്നെ 10-ൻ്റെ 0 12000. ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും ഈ മെത്തേഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയും ബി ക്വസ്റ്റ്യൻ വരെ അതിൽ ചോദിച്ചു കാണുന്നുള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം. ഇതിൻ്റെയൊക്കെ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് 2 മാർക്കാണ്, ഇവിടെ 2 മാർക്കാണ്, ഇതിന് 1 മാർക്കാണ്. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ ചോദ്യം വരും. ഇപ്പോൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് പഠിക്കേണ്ട കാര്യങ്ങൾ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ബേസ് ചെയ്തിരിക്കുന്നത് 100-നെയാണ് എന്ന് പഠിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ ഇപ്പോൾ 30% അല്ലെങ്കിൽ 40% കാണാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിൻ്റെ ന്യൂമറേറ്ററിൽ എടുക്കേണ്ടത് ഈ പറയുന്ന 30 അല്ലെങ്കിൽ 40 ആയിരിക്കും. ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. കാരണം എപ്പോഴും ബേസ് ചെയ്യുന്നത് 100-നെയാണ് എന്നുള്ള കാര്യം പഠിച്ചു വെച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ ഇതുപോലുള്ള പ്രോബ്ലംസ് ഇപ്പോൾ 30% എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ് പറയുക? 900 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള വില എന്താണ്? അല്ലെങ്കിൽ റിയൽ പ്രൈസ് എന്താണ്? അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞ ഈ രീതിയിൽ എക്സ് എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യാം. എക്സ് എടുത്ത് ചെയ്യുന്ന ട്രഡീഷണൽ മെത്തേഡ്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ?
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ആൾജിബ്രയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ ആക്ടിവിറ്റി നോക്കാം. ഓരോ ആക്ടിവിറ്റി നമുക്ക് എടുത്തിട്ട് എന്താണ് പറയുന്നത് പരിശോധിക്കാം. ഇഫ് ദ മിഡിൽ നമ്പർ ഓഫ് എ 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഇസ് ടേക്കൺ ആസ് എക്സ്, വാട്ട് വിൽ ബി ദ ഫസ്റ്റ് നമ്പർ എന്നുള്ളതാണ് ചോദ്യം. മിഡിൽ നമ്പർ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതിൻ്റെ ഈവൺ നമ്പേഴ്സിൻ്റെ ഉദാഹരണം എഴുതി നോക്കിയാൽ മതി. 2, 4, 6, 8 അങ്ങനെയുള്ള 3 കോൺസിക്യൂട്ടീവ് 3 എണ്ണേ വേണ്ടുള്ളൂ. അപ്പോൾ 2, 4, 6. അതിൽ മിഡിൽ നമ്പറിനെ എക്സ് എന്ന് വിളിച്ചു, മിഡിൽ നമ്പറിനെ എക്സ് എന്ന് വിളിച്ചു, ഇവൻ എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് നമ്പർ? ഈ രണ്ടാമത്തെ നമ്പർ 2ൻ്റെ ആൾജിബ്ര എന്താണ്? 4ൽ നിന്ന് 2 കുറച്ചാലല്ലേ 2 കിട്ടുക. അപ്പോൾ എക്സിൽ നിന്ന് 2 കുറക്കണം, x-2. അതിവിടെ ഉണ്ട്, x-2. ഇനി ഒരു പാറ്റേൺ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 + 4 + 6 12, പിന്നെ 4 + 6 + 8 18, 6 + 8 + 10 24. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്താണ്? മിഡിൽ നമ്പർ ഫസ്റ്റ് വരണം അല്ലേ? ഈ 4 ഇവിടെ വരണം, അടുത്ത പാറ്റേൺ ആയി. 6 ഇവിടെ വരണം, അടുത്ത പാറ്റേൺ. അടുത്ത പാറ്റേണിൽ ആരാ വരുന്നുണ്ടാവുക? 8 വരണം അല്ലേ? 2 കൂട്ടി എഴുതണം. മിഡിൽ നമ്പർ ആദ്യം വരണം. 8 ഇവിടെ എഴുതാം. 8 + 10 + 12. അടുത്ത പാറ്റേണിലോ 10 + 12 + 14, റൈറ്റ്? ഈ രീതിയിലാണ് ഈ പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എത്ര വരിക? 12 8 കൂടി 20 10 30 എന്നുള്ള ആൻസർ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എത്ര വരിക? 12 14 ചെയ്താൽ 26 കിട്ടും. 26 10 36 എന്ന് പറയുന്ന രീതിയിലാണ് ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോണത്. അപ്പോൾ അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദർ മിഡിൽ നമ്പർ? മിഡിൽ നമ്പറുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ പാറ്റേൺ എല്ലാം നോക്കാം, ഓരോന്നും എടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഇത് നമ്പർ എടുക്കാം. സമ്മും മിഡിൽ നമ്പറുമാണ്. അപ്പോൾ ഞാനിവിടെ എഴുതാം. ഈ കോളത്തിൽ നമുക്ക് എഴുതി വെക്കാം. ഇവിടെ ഒരു ടേബിൾ വരയ്ക്കുകയാണ്. ഇവിടെ മിഡിൽ നമ്പർ എഴുതാം, ഇവിടെ സം എഴുതാം. ഫസ്റ്റ് നോക്കാം. 2 + 4 + 6 = 12. മിഡിൽ നമ്പർ ആരാ? 4. സം എത്രയാ? 12. ഒന്നാമത്തത്. രണ്ടാമത്തെ നോക്കാം. 4 + 6 + 8 = 18. മിഡിൽ നമ്പർ ആരാ? 6. സം എത്രയാ? 18. മൂന്നാമത്തെ നോക്കാം. 6 + 8 + 10 = 24. മിഡിൽ നമ്പർ ആരാ? 8. സം എത്രയാ? 24. അടുത്ത പാറ്റേൺ നോക്കാം. 8 + 10 + 12. നാലാമത്തത്. മിഡിൽ നമ്പർ ആരാ? 10. സം എത്രയാണ്? 30, റൈറ്റ്? അടുത്ത് നോക്കാം. 10 + 12 + 14. മിഡിൽ നമ്പർ ഈസ് 12. അഞ്ചാമത്തെ. മിഡിൽ നമ്പർ ഈസ് 12. സം ഈസ് = 36. ഈ ടേബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇവിടെ നമ്മളെ പ്രത്യേകത. 4 12 ആയി, 6 18 ആയി, 8 24 ആയി, 10 30 ആയി, 12 36 ആയി. നിങ്ങൾക്ക് മനസ്സിലാക്കാം. × 3 ആണ്. അതായത് മിഡിൽ നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചാൽ സം കിട്ടും. 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ 12, 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ 18, 8നെ 3 കൊണ്ട് ഗുണിച്ചാൽ 24, 10നെ 3 കൊണ്ട് ഗുണിച്ചാൽ 30, 12നെ 3 കൊണ്ട് ഗുണിച്ചാൽ 36. അപ്പം മിഡിൽ നമ്പറിനെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സം കിട്ടും. അതാണ് റിലേഷൻ. അതാണ് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് 3 × m ആണ്. മിഡിൽ നമ്പർ ആണ്. m എന്ന് വെച്ചാൽ മിഡിൽ നമ്പർ, t എന്ന് പറഞ്ഞാൽ ടോട്ടൽ, അല്ലെങ്കിൽ എസ് സം ഈസ് ഈക്വൽ ടു 3 × m എന്ന്. ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഈ വാക്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. സം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മിഡിൽ നമ്പർ വിത്ത് 3, അല്ലെങ്കിൽ 3 സം ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ദ മിഡിൽ നമ്പർ. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. ചോദ്യം വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദിസ് റിലേഷൻ യൂസിങ് അൾജിബ്ര. അൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ
ഉത്തരം എങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൾജിബ്ര എന്തായാലും ചോദിക്കും. അൾജിബ്ര നല്ല 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 മുത്തുമണി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അൾജിബ്ര നമ്മൾ പാറ്റേൺസ് ആദ്യം നമ്മൾ നമ്പർ എഴുതണം. മിഡിൽ നമ്പർ എക്സ് ആണെന്ന് പറഞ്ഞു, ആദ്യത്തെ നമ്പർ x-2 ആണ് എന്ന് പറഞ്ഞു, പിന്നെയോ അടുത്ത നമ്പർ x+2 ആണ്. ഉദാഹരണം വേണമെങ്കിൽ എഴുതി നോക്കാം കേട്ടോ. 2, 4, 6 ഒന്ന് നോക്കിയാൽ മതി. എക്സ് പറഞ്ഞാൽ 4 ആണ്. 4 നിന്ന് 2 കുറച്ചാൽ 2 കിട്ടും. അപ്പോൾ എക്സിൽ നിന്ന് 2 കുറക്കണം. 4നോട് 2 കൂട്ടിയാൽ 6 കിട്ടും. അപ്പോൾ x+2. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത്, റൈറ്റ്. ഇനി ഇതിൻ്റെ സം ആണ് കാണാൻ പറയുന്നത്, സം. അപ്പോൾ കൃത്യമായിട്ട് അടുത്ത് എഴുതുക സം. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ നമ്പറും കൂട്ടണം. x+2 ആണ് എഴുതിയത്. x-2 പ്ലസ് എക്സ് പ്ലസ് x+2 ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഇട്ട് ഭംഗിയാക്കാം. അടുത്ത വരിൽ വീണ്ടും എഴുതാം. ബ്രാക്കറ്റ് മാറ്റുന്നു. x-2 പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 ഓക്കെ ആണല്ലോ. അടുത്ത വരിൽ വീണ്ടും എഴുതുന്നു. ഒരേപോലെ നിനക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു -2 ഉണ്ട്, ഇവിടെ +2 ഉണ്ട്, രണ്ടും ക്യാൻസലായി. പിന്നെന്താ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്? വേറൊന്നുമില്ല. പിന്നെ ബാക്കി ആരുള്ള? ഇവിടെ ഒരു എക്സ്, ഫസ്റ്റ് ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എക്സ് ഉണ്ട്, പ്ലസ് എക്സ്, വീണ്ടും ഒരു പ്ലസ് എക്സ് ഉണ്ട്, വീണ്ടും ഒരു പ്ലസ് എക്സ്. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, ചക്ക പ്ലസ് ചക്ക പ്ലസ് ചക്ക എന്ന് വെച്ചാൽ 3 ചക്കയല്ലേ? 3x ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിയേ, മിഡിൽ നമ്പർ ആരായിരുന്നു ഉണ്ടായിരുന്നത്? എക്സ്. അതിൻ്റെ 3 ടൈംസ് അല്ലേ 3x. എക്സിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 3x. അപ്പോൾ നിങ്ങൾ നോക്കിയേ, മിഡിൽ നമ്പർ കൂടെ എഴുതുക. മിഡിൽ നമ്പർ എക്സ്, സം എത്ര കിട്ടിയ? സം ഈക്വൽ ടു 3x. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? സം ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ദ മിഡിൽ നമ്പർ. ഹെൻസ് പ്രൂവ്ഡ്. അതായത് ഇത് സ്ഥിരീകരിച്ചു, നമ്മൾ ചെയ്ത കാര്യം ശരിയാണ്. ഹെൻസ് പ്രൂവ്ഡ്, ശരിയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത് പഠിച്ചോണം. ആൾജിബ്രയിൽ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. ആൾജിബ്രയുടെ മറ്റേ നമ്മുടെ 2 ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ഫോം, അതേപോലെ തന്നെ 3 ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ഫോം, ഇതൊക്കെ പഠിച്ചു വെച്ചോണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ് എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ആക്ടിവിറ്റി 4 നോക്കാം. ആക്ടിവിറ്റി 4 എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. What is the area of a square of perimeter 40 centimeter? What is the area of a square of perimeter 40 centimeter? പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആയ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദ്യം. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 × L+W ആണ്. അത് 40 ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? 40 അല്ലേ? യെസ്, 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ലെങ്ത്തും വിഡ്ത്തും സെയിം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു L+W ഇസ് ഈക്വൽ ടു ഇൻറ്റു 2 സമത്തിൻ്റെ ഇപ്പുറം ബൈ 2 ആയിട്ട് മാറും, 40/2 ആയിട്ട് മാറും. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എഴുതരുത്, പിന്നെ മായ്ക്കണം, മാറ്റി എഴുതിയല്ലോ. L+W ഇസ് ഈക്വൽ ടു 40/2 പറഞ്ഞാൽ 20. അതായത് ലെങ്ത്തും വിഡ്ത്തും സെയിം ആണ്, കൂട്ടിയാൽ 20 കിട്ടണം. അപ്പോൾ എന്ത് മാത്രമേ സാധ്യതയുള്ളൂ? 10 + 10 ആണല്ലോ 20. അപ്പം ലെങ്ത്ത് എത്രയാ? 10. വിഡ്ത്ത് എത്രയാ? 10. അപ്പോൾ ആ സ്ക്വയറിൻ്റെ കാര്യത്തിലൊരു തീരുമാനം. ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ എല്ലാ സൈഡും എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാ? ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് 10 × 10, അതായത് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷനിലുണ്ടോ നോക്കാം. യെസ്, ഇവിടെയുണ്ട്. 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണം. വി ക്യാൻ റൈറ്റ്, നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ?
1764 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 1764 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ട്, നല്ല ചോദ്യമാണ്, കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യം, പക്ഷെ എളുപ്പമാണ്. ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1764 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് എന്നാണ് ചോദ്യം. ഒരു സൈഡ് അതിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. ഇത്രേ ആലോചിക്കാനുള്ളൂ. 1764 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ആണ്. ഇതിനെല്ലാം സ്ക്വയർ ചെയ്തതല്ലേ, അത് ഇതിനെ മാറ്റിയിട്ട് ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഉത്തരം വേഗം കിട്ടും. ഒരു സൈഡ് എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സൈഡും എ ആണ്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ഈ 1764 ഒന്ന് മാറ്റി എഴുതുകയാണ്. ഇതിവിടെ പറഞ്ഞിരിക്കുന്നത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ആണ്. ഞാനിതിനെ മാറ്റിയിട്ട് 2 ഇൻറ്റു 3 ഇൻറ്റു 7 ഓൾ സ്ക്വയർ എന്നാക്കിയാൽ പ്രശ്നമില്ലല്ലോ. സെയിം തന്നെയല്ലേ, വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല, സെയിം തന്നെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2737 അല്ലെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു 7 2 തവണ ഗുണിക്കുക എന്നുള്ളതല്ലേ. നിങ്ങൾ നോക്കിയതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ടേ. 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 7 3 21, 23ൻ്റെ ഇരട്ടി എത്രയാണ്? 40. 27 3 21, 21ൻ്റെ ഇരട്ടിയല്ലേ നമുക്ക് വേണ്ടത്? 42 ആൻസർ കിട്ടും. അപ്പോൾ 42ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. 42ൻ്റെ സ്ക്വയർ ആണ്, 42ൻ്റെ സ്ക്വയർ ആണിത്. അപ്പോൾ ഏരിയ ആണ് 42ൻ്റെ സ്ക്വയർ. ഏരിയ 42ൻ്റെ സ്ക്വയർ ആണെങ്കിൽ അതായത് എ സ്ക്വയർ അല്ലേ ഏരിയ, എ സ്ക്വയർ അല്ലേ ഏരിയ. എ സ്ക്വയർ 42 സ്ക്വയർ ആണെങ്കിൽ എ എന്ന് പറയുന്നത് 42 ആയിരിക്കൂലേ. അത്രയേ ഉള്ളൂ. ഇന്ന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ആലോചിക്കണ്ടു. ഇതുപോലെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 2 തവണ ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏരിയയും 2 തവണ ഗുണിക്കലല്ലേ. അപ്പോൾ ഒരു സൈഡ് കാണാൻ എ മാത്രം കണ്ടാൽ മതി, ഒന്ന് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 2 എടുക്കുന്നു, ഇവിടെ 3 എടുക്കുന്നു, ഇവിടെ 7 എടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു 3 ഇൻറ്റു 7, 7 3 21, 23 ഇൻറ്റു 2 7 3 21, ഇത് ഇവിടെ നിന്ന് 23 വന്നേ. 7 3 21 അതിൻ്റെ സ്ക്വയർ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 42. 42 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? വേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കുറച്ച് ടഫാണ്, പക്ഷേ നല്ല ക്വസ്റ്റ്യൻ ആണത്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ ഗിവൺ ഫിഗർ. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ അല്ല, മെത്തേഡ് സെയിം ആണ്. ഒരു ലെങ്ത് ഇവിടെ 15 കൊടുത്തിട്ടുണ്ട്, മറ്റേത് 15 കൊടുത്തിട്ടുണ്ട്, രണ്ടും 15 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയാണ്? ഈ ഗിവൺ സ്ക്വയറിൻ്റെ ഏരിയ ആണ്. സ്ക്വയർ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ക്വയർ അല്ലേ, ഈ സ്ക്വയർ, അതിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കണം. ഇത് പൈതഗോറസ് തിയറമാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പൈതഗോറസ് തിയറം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ഉത്തരം കിട്ടും. ഇത് 15 ആണല്ലോ, ഇതും 15 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഹൈപ്പോട്ടിനസ് ആണല്ലോ, എച്ച് ഹൈപ്പോട്ടിനസ് ആണല്ലോ. അപ്പം നമുക്കറിയാം ഹൈപ്പോട്ടിനസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ ബേസ് സ്ക്വയർ പ്ലസ് അൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ. എച്ച് ഈസ് ഈക്വൽ ടു ബേസിൻ്റെ സ്ക്വയർ എത്ര? 15ൻ്റെ സ്ക്വയർ പ്ലസ് അതേപോലെ തന്നെ 15ൻ്റെ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ ഇത്രയും ആലോചിക്കേണ്ടേ ഉള്ളൂ. രണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക, രണ്ടും 15 ആണ് എന്ന് ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ ഇക്വേഷൻസ് പൈതഗോറസ് തിയറത്തിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ചെയ്യുമ്പോൾ എന്താ ഉത്തരം കിട്ടുക നോക്കാം. റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ 15 സ്ക്വയർ എത്രയാണ്? 225 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 225 പ്ലസ് 225 എത്രയാണ് കിട്ടുക? റൂട്ട് ഓഫ് 450 എന്ന് പറയുന്ന ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ 450ൻ്റെ റൂട്ട് ഉണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് കൃത്യമായിട്ട് അതിന് റൂട്ട് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം അതായത് 15 സ്ക്വയറും 15 ഇവിടെയുള്ള നോക്കിയേ ആൻസറും ഇവിടെയുള്ള 15 സ്ക്വയർ കൂട്ടിയാൽ 225, ഇവിടെയുള്ള 15 സ്ക്വയർ കൂട്ടിയാൽ 225,
ഇപ്പോൾ 225 കൂട്ടിയാൽ 450. ഇപ്പോൾ ഇവിടെ ഹൈപ്പോട്ടിനസ് റൂട്ട് ഓഫ് 450 കിട്ടും. അപ്പോൾ ഒരു സൈഡ് ശ്രദ്ധിക്കണേ, ഒരു സൈഡ് റൂട്ട് 450 ആണ്. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് കിട്ടിയാൽ എല്ലാ സൈഡും കിട്ടുമല്ലോ. അപ്പോൾ ഈ സൈഡും റൂട്ട് 450 ആയിരിക്കും, ഇവിടെയും റൂട്ട് 450 ആയിരിക്കും, ഇവിടെയും റൂട്ട് 450 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ഏരിയ കണ്ടുപിടിക്കാൻ എവിടെ ഏരിയ? ഫൈൻ ദ ഏരിയ. ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? ലെങ്ത്തിന്റെ വിഡ്ത്തല്ലേ. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്തിന്റെ വിഡ്ത്താണ്. ലെങ്ത് എത്രയാ? റൂട്ട് 450 ഇൻറ്റു വിഡ്ത്ത് എത്രയാ? റൂട്ട് 450 തന്നെ. അപ്പോൾ റൂട്ട് 450 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? ഉത്തരം 450 എന്നുള്ള ആൻസർ നമുക്ക് വേഗം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കുക. നിങ്ങൾ വേണേൽ ചെയ്തു നോക്കിയാൽ മതി. റൂട്ട് 450 അതേപോലെ തന്നെ റൂട്ട് 450 ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എത്ര തന്നെയായിരിക്കും? 450 തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് ഇവിടെ ഒരു ബേസിക് ആയിട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 12 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്ന ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരക്കാൻ പറയുന്നുണ്ട്. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി നമ്മൾ പല ഷേപ്പിലുള്ള അല്ലെങ്കിൽ പല സൈസിലുള്ള സ്ക്വയറുകൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത്, അതിൽ 12 1/2 ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയാൽ മതി. 12 1/2 നോർമൽ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവന്ന് എത്ര കിട്ടുക? 24ന്റെ ഇരട്ടി എത്രയാണ്? 48ഉം 1 49 കിട്ടും. 49/2 കിട്ടും അല്ലേ? ഇവിടെ അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ നോക്കി 49/2 ആണ് ഇതിൻ്റെ നോർമൽ ഫ്രാക്ഷൻ. വരിക. അതിനെ ആദ്യം നേരെ പകുതിയാക്കാനല്ലേ പഠിപ്പിച്ചേ? 49/2 ഡിവൈഡഡ് ബൈ 2 നേരെ പകുതിയാക്കുക. ഇതിന് വേണമെങ്കിൽ ബൈ 1 എഴുതാം, 2/1 എഴുതാം. 49/2ന്റെ പകുതി എത്രയാണ്? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക അല്ലേ? 49/2 ഇൻറ്റു 2/1ന്റെ റെസിപ്രോക്കൽ 1/2. അതായത് 49/2 ഇൻറ്റു 2 എത്രയാണ്? 4. 49/4 ആണ് നമുക്ക് വൺ സൈഡ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ 49/4 കിട്ടുന്ന രീതിക്ക് നമുക്കിത് മാറ്റി എഴുതണം. ഇതിൻ്റെ റൂട്ട് എടുത്ത് നോക്കിയാൽ മതി. റൂട്ട് ഓഫ് 49/4 എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് ഓരോന്നിനും കൊടുക്കുക. റൂട്ട് 49 ഡിവൈഡഡ് ബൈ റൂട്ട് 4. റൂട്ട് 49 എത്രയാണ്? 7. റൂട്ട് 4 എത്രയാണ്? 2. അപ്പോൾ ആൻസർ എത്രയാണ്? 7/2. അപ്പോൾ ഒരു സൈഡ് നമുക്ക് എത്ര എടുക്കണം? നമ്മൾ വരക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കണം? 7/2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. 7/2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 7.5ന്റെ പകുതി. 7ന്റെ പകുതി 3.5 3.5. ഒരു സൈഡ് എത്ര എടുക്കണം? 3.5 സെൻറ്റിമീറ്റർ എടുക്കണം. മറ്റേ സൈഡും 3.5 സെൻറ്റിമീറ്റർ എടുക്കണം. എന്നിട്ട് ഈ ഡയഗണൽ വെച്ചിട്ട് ഈ ട്രയാങ്കിൾ വെച്ചിട്ട് ഈ ഡയഗണൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ അടുത്ത ഈ പറഞ്ഞ സ്ക്വയർ വരക്കേണ്ടത്. ഓർമ്മയില്ല ചെയ്തത്? ക്ലാസ്സിൽ ചെയ്തിയാണ്, ഒരുപാട് കണക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 24 1/2 അല്ലെങ്കിൽ 24.5 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ചതുരം നമുക്ക് വരക്കാൻ പറ്റും. അപ്പോൾ എന്താ സ്റ്റെപ്പ് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന ഏരിയയെ നേരെ പകുതിയാക്കുക. അതായത് 24 1/2 നേരെ പകുതിയാക്കി. 24 1/2 നോർമൽ ഫ്രാക്ഷൻ ആക്കി അതിനെ നേരെ പകുതിയാക്കി. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയേ? ഈ 7/2 എന്ന് പറയുന്ന ആൻസർ കിട്ടി. എന്നിട്ട് അതിൻ്റെ ഈ പകുതി ആക്കിയതിൻ്റെ റൂട്ട് നമ്മൾ എടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പകുതി ആക്കിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൽ ചെയ്തതാണ്. പകുതി ആക്കിയുള്ളതിൻ്റെ റൂട്ട് എടുക്കുക. എന്നിട്ട് വേണം ആ കിട്ടുന്ന ആൻസർ വെച്ചിട്ടാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ് എടുക്കേണ്ടത്. രണ്ടെന്നല്ല സൈഡ്. ടെക്സ്റ്റിൽ ചെയ്തിയാണ്, നോട്ടിൽ ചെയ്തിയാണ്. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. എന്നിട്ട് ഹൈപ്പോട്ടിനസ് വരയ്ക്കുക. ആ ഹൈപ്പോട്ടിനസ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ ഹൈപ്പോട്ടിനസ് എടുത്തിട്ട് വേണം പുതിയ സ്ക്വയർ വരക്കാൻ. ഓക്കെ ആണല്ലോ? ടെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, നോട്ട് ബുക്കിലും ചെയ്തിട്ടുണ്ട്. ആ നോട്ട് ബുക്കിൽ ചെയ്ത പ്രോബ്ലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.